മോക്ക് ടെക്സ്റ്റ് 12 സിറാഖ് ചാപ്റ്റർ 45. ചോദ്യം 1. ജനത്തിന് സുസമ്മതനായും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമായും യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് കർത്താവ് ഉയർത്തിയത് ആരെ? അഹറോനെ, മോശയെ, യാക്കോബിനെ. 2. മോശയ്ക്ക് കർത്താവായ ദൈവം തൻ്റെ എന്തിൻ്റെ ഭാഗികമായ ദർശനമാണ് നൽകിയത്? സമ്പന്നതയുടെ, ജ്ഞാനത്തിൻ്റെ, മഹത്വത്തിൻ്റെ. 3. കർത്താവും മോശയും മുഖാഭിമുഖം നൽകിയത് എന്ത്? കൽപ്പനകൾ, ഉടമ്പടി, വെളിപാടുകൾ. 4. കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എങ്ങനെ? അഗ്നി കൊണ്ട്, നിയമം കൊണ്ട്, വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. 5. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനുമായ ആരെയാണ് കർത്താവ് ഉയർത്തിയത്? യാക്കോബിനെ, ഹെനോക്കിനെ, അഹറോനെ. 6. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഡാഷ് അവന് നൽകി. തിരുവസ്ത്രങ്ങൾ, യഫോദ്, വിശുദ്ധ വസ്ത്രം. 7. വിശുദ്ധ വസ്ത്രത്തിൻ്റെ ചിത്രപ്പണികളുടെ നിറത്തിൽ പെടാത്തത് ഏത്? സ്വർണം, നീല, ചുവപ്പ്. 8. അഹറോന്റെ സ്വർണം കൊണ്ടുള്ള കിരീടത്തിൽ കൊത്തിയിരിക്കുന്നത് എന്ത്? വിശുദ്ധി, ലിഖിതങ്ങൾ, ഉടമ്പടി. 9. ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ബലി അർപ്പിക്കുമ്പോൾ സ്മരണാംശമായി നൽകുന്നത് എന്ത്? ഹോമബലി, കുന്തുരുക്കം, സുഗന്ധദ്രവ്യങ്ങളും കുന്തുരുക്കവും. 10. കർത്താവിൻ്റെ ക്രോധത്തിൽ നശിച്ചു പോയത് ആരെല്ലാം? ദാത്താനും അബിറാമും, ദാത്താനും കാലബും, കാലബും അബിറാമും. 11. കർത്താവ് അഹറോന്റെ മഹത്വം വർദ്ധിപ്പിച്ച് അവന് നൽകിയ പ്രത്യേക അവകാശം എന്ത്? അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ, ബലിവസ്തുക്കൾ, ദേശത്ത് ഓഹരി. 12. ഫിനെഹാസിന്റെ പിതാവിന്റെ പേര്? എലയാസർ, ദാഥാൻ, കാലബ്. 13. ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് ആര്? ഏലിയ, മോശ, ഫിനെഹാസ്. 14. കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചതുകൊണ്ട് ഫിനെഹാസിന് ലഭിച്ചത് എന്ത്? മഹത്വം, ഐശ്വര്യം, പൗരോഹിത്യത്തിൻ്റെ മഹിമ. 15. കർത്താവ് തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് ഫിനെഹാസിന് നൽകിയത് എന്ത്? ജ്ഞാനം, ബുദ്ധി, അറിവ്. ഉത്തരങ്ങൾ: 1. മോശയെ. 2. മഹത്വത്തിൻ്റെ. 3. കൽപ്പനകൾ. 4. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. 5. അഹറോൻ. 6. യഫോദ്. 7. ചുവപ്പ്. 8. വിശുദ്ധി. 9. കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും. 10. ദാഥാനും അബിറാമും. 11. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ. 12. എലയാസർ. 13. ഫിനെഹാസ്. 14. പൗരോഹിത്യത്തിൻ്റെ മഹിമ. 15. ജ്ഞാനം.